മാക്സിലോഫേഷ്യൽ ട്രോമയെ സംബന്ധിച്ചോളം അതും മറ്റുള്ള ഏരിയകളിലുള്ള ഫ്രാക്ചേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ കയ്യോ കാലോ അല്ലെങ്കിൽ മറ്റുള്ള ഭാഗങ്ങളോ ഫ്രാക്ചർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്ലാസ്റ്റർ ഇട്ട് അല്ലെങ്കിൽ സർജറി ചെയ്ത് പ്ലേറ്റും സ്ക്രൂ ഒക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാഗം നമുക്ക് അനക്കാതെ വയ്ക്കാൻ പറ്റും. അതേസമയം വായുടെ പ്രശ്നം വ്യത്യാസമാണ്. നമുക്ക് സംസാരിക്കണം, ഭക്ഷണം കഴിക്കണം. ഇത് രണ്ടും നടക്കാതെ വന്നാൽ പേഷ്യന്റ് വളരെയധികം അസ്വസ്ഥരാകും. അപ്പം എയർവേ മെയിൻ്റനൻസ് ആണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. ബ്ലീഡിങ് കൺട്രോള്, കാരണം നല്ലപോലെ ബ്ലഡ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്കതൊരു ഹൈപ്പോവോളിമിക് ഷോക്കിലേക്കും വരാം. ബേസിക്കലി നമ്മുടെ എല്ലാ ട്രോമകളും, മാക്സിലോഫേഷ്യൽ ട്രോമ മാത്രമല്ല ഏത് ട്രോമയാണെങ്കിലും എയർവേ, ബ്രീതിങ്, സർക്കുലേഷൻ ഇത് മൂന്നുമാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ സാധാരണ നമുക്ക് ബ്ലഡ് സപ്ലൈ വളരെ കൂടുതലുള്ള ഒരു ഏരിയ ആണ് മുഖവും അതുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകളൊക്കെ. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഇഞ്ചുറി തന്നെ വളരെയധികം ബ്ലീഡിങ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്.